അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് മതപരമാണ്, അതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നുവെന്ന് കെ.സി. വേണുഗോപാൽ. ബി.ജെ.പിയുടെ കെണിയിൽ കോൺഗ്രസ് വീഴില്ല, ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ കോൺഗ്രസിന് അഭിപ്രായമുണ്ട് എന്നും കോൺഗ്രസിന് മേൽ ഒരു സമ്മർദ്ദവുമില്ല എന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് കോൺഗ്രസിന് മേലോട് അതൊക്കെ ഡിസ്ട്രാക്ഷൻ തന്ത്രങ്ങളല്ലേ. അത് ഒരു ക്ഷേത്ര നിർമ്മാണമല്ലേ, അതിനെ രാഷ്ട്രീയവൽക്കരിച്ച് നിങ്ങളുടെ സത്യത്തിൽ മാധ്യമങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ ഇതിനൊക്കെ മൊത്തം രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമമല്ലേ. അല്ലാതെ KPC പ്രസിഡന്റ് പറഞ്ഞ കാര്യം KPC പ്രസിഡന്റോട് ചോദിക്കണം കേട്ടോ. ബിജെപിയുടെ കെണിയാണോ ഇത്? ബിജെപിയുടെ ഒരു കെണിയാണോ ഇത്? കെണിയൊന്നും നടക്കാൻ പോണില്ല. ഒരു മിനിറ്റ്, കെണിയൊന്നും നടക്കാൻ പോണില്ലെന്ന് ബിജെപിയുടെ ഒരു അതായത് കോൺഗ്രസിനെ കൂടെ പെടുത്താനുള്ള ഒരു രാഷ്ട്രീയ ഞങ്ങളെ അങ്ങനെ പെടുത്താൻ അങ്ങനെ BJPക്ക് പറ്റുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നിലപാടുകൾ എല്ലാ കാര്യത്തിലും ഉണ്ട്. എന്നാൽ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കരുത് എന്നാണ് KPCC നിലപാടെന്ന് കെ മുരളീധരൻ പറഞ്ഞു. കെ.സി. വേണുഗോപാലിനെ ഇത് അറിയിച്ചുവെന്നും മുരളീധരൻ പ്രതികരിച്ചു. ഇപ്പോൾ കോൺഗ്രസ്സിന് പാർട്ടിക്കുള്ളിലും ഇന്ത്യ മുന്നണിയിലെ കക്ഷികളുമായിട്ട് കൂടിയാലോചിച്ച് ഉചിതമായൊരു തീരുമാനം പാർട്ടിയുടെ ദേശീയ നേതൃത്വം സ്വീകരിക്കും. അതിൽ കേരളത്തിലെ പാർട്ടിയുടെ വികാരം ഞങ്ങൾ ശ്രീ കെ.സി. വേണുഗോപാലിനെ അറിയിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും അതിൽ പങ്കെടുക്കരുതെന്നാണ് കേരളത്തിലെ പാർട്ടി നേതൃത്വത്തിൻ്റെ തീരുമാനം. എന്നാൽ KPCCയോട് നിലപാട് ചോദിച്ചിട്ടില്ല എന്നായിരുന്നു അധ്യക്ഷൻ കെ സുധാകരന്റെ പ്രതികരണം. നിലപാട് ചോദിച്ചാൽ അപ്പോൾ പറയും, പങ്കെടുക്കേണ്ടതിൽ തീരുമാനമെടുക്കേണ്ടത് ദേശീയ നേതൃത്വമാണെന്നും കെ സുധാകരൻ പറഞ്ഞു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അല്ല, അത് അവിടെ തീരുമാനിക്കും. ഞങ്ങൾക്ക് ഞങ്ങളോട് ചോദിച്ചാൽ പറയും, പാർട്ടി ചോദിച്ചാൽ പറയും. പാത്രക്കാരോട് പറയേണ്ടതല്ല അത്. പാർട്ടി ചോദിച്ചാൽ ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ പറയും. എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? അത് മുരളിയോട് ചോദിക്കുക. ഞങ്ങൾ KPCCയോട് അഭിപ്രായം ചോദിച്ചാൽ KPCC അഭിപ്രായം പറയും. ഇത് പറയേണ്ടുന്നത് ഞങ്ങളല്ല, അതിനെക്കുറിച്ച് പറയേണ്ടത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണ്. നിങ്ങൾ ഡൽഹി പോയി ചോദിക്കും. ക്ഷേത്രത്തെ രാഷ്ട്രീയ വേദിയാക്കുന്നതിനോട് യോജിക്കുന്നില്ല എന്ന് ശശി തരൂർ MP പ്രതികരിച്ചു. വ്യക്തികളെയാണ് ക്ഷണിച്ചത്, അവരാണ് പോകുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് എന്നും ശശി തരൂർ പറഞ്ഞു. സുപ്രീം കോടതി പറഞ്ഞു ഇവിടെ ഒരു ക്ഷേത്രം കെട്ടാണ്. അത് കഴിഞ്ഞിട്ട് ആ വിഷയത്തെക്കുറിച്ച് തർക്കമില്ല. ഞങ്ങൾക്ക് വ്യക്തികളായിട്ട് അവിടെ പോകാനും അവകാശമുണ്ട്. പക്ഷേ അതിൻ്റെ സമയം, അതിൻ്റെ സർക്കംസ്റ്റാൻസസും നമ്മൾ നോക്കണം. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇതൊരു രാഷ്ട്രീയ വേദിയായി മാറി വരുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ അന്യൻ്റെ ഒരു രാഷ്ട്രീയ വേദിയിൽ പങ്കെടുക്കണോ? അതോ നമ്മൾക്ക് നമ്മളുടെ സൗകര്യം പ്രകാരം നമ്മൾ ക്ഷേത്രത്തിൽ പോയി ഹിന്ദുക്കൾ പ്രാർത്ഥിച്ചൂടെ? അതൊക്കെയാണ് ചോദ്യങ്ങൾ. ഞാൻ വ്യക്തിപരമായിട്ട് എനിക്ക് എന്തായാലും ക്ഷണമില്ല. അപ്പം ഞാൻ അതിനെക്കുറിച്ച് അനൂപ് ദാസ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനൂപ്, ഇപ്പോൾ ശശി തരൂരാണെങ്കിൽ കുറച്ചുകൂടി ശാന്തനായി, കുറച്ചുകൂടി കൃത്യമായി അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. പക്ഷേ കെ.സി. വേണുഗോപാലിൻ്റെയും കെ സുധാകരൻ്റെയും ഒക്കെ പ്രതികരണങ്ങളിൽ കോൺഗ്രസ് ചെന്നുപെട്ടിരിക്കുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു അവസ്ഥ അത് പ്രകടമാവുകയും ചെയ്യുന്നുണ്ട്. ഇത് എന്താണ് ദേശീയ നേതൃത്വത്തിൻ്റെ തീരുമാനം? കേരളത്തിലെ കോൺഗ്രസ് വേറൊരു തീരുമാനമെടുക്കട്ടെ, ദേശീയ നേതൃത്വം വേറൊരു തീരുമാനമെടുക്കട്ടെ, അങ്ങനെയാണോ? ഇതിലൊരു തീരുമാനമേ എടുക്കാൻ പറ്റുള്ളൂ. ഒന്നുകിൽ പോകണം അല്ലെങ്കിൽ പോകാതിരിക്കണം. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ച് ദേശീയ നേതൃത്വത്തിൽ നിന്ന് ഒരാൾ കോൺഗ്രസിന്റെ പ്രതിനിധിയായി ഈ പരിപാടിയിൽ പങ്കെടുത്താൽ കേരളത്തിൽ ഒരു വിഭാഗം വോട്ടിനെ അത് വലിയ തോതിൽ സ്വാധീനിക്കും. CPM-ന് അനുകൂലമായ ഒരു മാറ്റം ആ വോട്ടുകളിൽ ഉണ്ടാകും എന്നത് വളരെ കൃത്യമായിട്ട് അവർക്കറിയാം. രണ്ടാമത്തെ പ്രശ്നം ദേശീയ നേതൃത്വത്തിൻ്റെതാണ്. ദേശീയ നേതൃത്വത്തിൽ ഈ കേരളത്തിലെയും ഈ ഉത്തരേന്ത്യയിലെയും രാഷ്ട്രീയം രണ്ടും വളരെ വ്യത്യസ്തമായ ഒന്നാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് അതൊരു പ്രതിസന്ധിയുമാണ്. ഈ ഉത്തർപ്രദേശ് അല്ലെങ്കിൽ മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്ന് പറയുന്ന സംസ്ഥാനങ്ങളിലൊക്കെ മറ്റൊരു തരം, കേരളത്തിലല്ലാത്ത മറ്റൊരു തരം സംസ്കാരമാണ്. ഈ രണ്ട് സംസ്കാരങ്ങളെയും അല്ലെങ്കിൽ പല സംസ്കാരങ്ങളെയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബാധ്യത അല്ലെങ്കിൽ ഒരു ചുമതലയൊക്കെ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ CPM നിലപാടെടുക്കുന്ന പോലെ, മറ്റേതെങ്കിലും ഒരു പാർട്ടി മമതാ ബാനർജി നിലപാടെടുക്കുന്ന പോലെ കോൺഗ്രസിന് നിലപാടെടുക്കാൻ കഴിയില്ല എന്നതാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് മുന്നിലുള്ളൊരു പ്രതിസന്ധി. അതുകൊണ്ടാണ് കേരളത്തിൽ ഇരുന്ന് പറയുന്ന കെ മുരളീധരനും ശശി തരൂരിനും വളരെ ശാന്തസ്വരൂപരായി മറുപടി പറയാൻ പറ്റുന്നതും ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ സുപ്രധാന സ്ഥാനത്തിരിക്കുന്ന കെ.സി. വേണുഗോപാലിന് ഒരുപക്ഷെ എന്ത് പറയണമെന്ന ധാരണയില്ലാതെ സംസാരിക്കേണ്ടി. അനൂപ്, ശശി തരൂരിന്റെ വാക്കുകളിൽ കൃത്യമാണ്. അദ്ദേഹം പറയുന്നുണ്ട് CPM-ന് മതവിശ്വാസമില്ല, അവർക്ക് പെട്ടെന്ന് തീരുമാനമെടുക്കാം, ഞങ്ങൾക്ക് അങ്ങനെ കഴിയില്ല, കുറച്ച് സമയം തരൂ എന്ന് ശശി തരൂർ ചോദിക്കുന്നുണ്ട്. അദ്ദേഹം ഈ പ്രതിസന്ധി മനസ്സിലാക്കുന്നുണ്ട്. ശരിക്കും നിങ്ങളുടെ
സത്യത്തിൽ മാധ്യമങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ അതെ ശശി, ഈ വിഷയത്തിൽ കുറച്ച് പക്വമായ മറുപടി പറഞ്ഞ കോൺഗ്രസിന്റെ ദേശീയ നേതാവ് ശശി തരൂരാണ്. അതിനപ്പുറത്തേക്ക് വരുമ്പോൾ കെ സി വേണുഗോപാലിനോട് ഇന്നലെ നമ്മൾ ഈ കാര്യം ചോദിച്ചപ്പോൾ കെ സി വേണുഗോപാൽ അയോധ്യ വിഷയത്തെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് ശ്രമിച്ചുകൊണ്ടേയിരുന്നത്. കെ സിയെ സംബന്ധിച്ചൊരു പ്രശ്നമുണ്ട്. കെ സി പറയുന്ന വാക്കുകൾ ദേശീയ തലത്തിൽ അത് കോൺഗ്രസിന്റെ നിലപാടായി വ്യാഖ്യാനിക്കപ്പെടും. അതേസമയം തന്നെ കേരളത്തിലും കെ സിയുടെ വാക്കുകൾ അതേപോലെ എടുക്കപ്പെടും. കേരളത്തിൽ പ്രത്യേകിച്ച് സമസ്തയും മുസ്ലിം ലീഗും എല്ലാം കോൺഗ്രസ് പോകരുത് എന്ന ശക്തമായ നിലപാട് മുന്നോട്ട് വെക്കുമ്പോൾ കെ സിയുടെ വാക്ക് അവരും എടുക്കേണ്ടി വരും. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് എത്ര തന്നെ കെ സി വേണുഗോപാൽ ഞങ്ങൾ കെണിയിൽ വീഴില്ല എന്ന് പറയുമ്പോഴും കെണിയിൽ വീണ് കിടക്കുകയാണ്. പോയാലും പ്രശ്നം, പോയില്ലെങ്കിലും പ്രശ്നം എന്ന നിലയിൽ. അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊരു കാര്യമുള്ളത്, ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കരുത് എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് ശശി തരൂരും കെ സി വേണുഗോപാലും ഉൾപ്പെടെയുള്ള ആളുകൾ. യഥാർത്ഥത്തിൽ 1990-കൾക്ക് ശേഷം രാജ്യം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ വിഷയമായി രാമക്ഷേത്രം മാറിയതാണ്. അതിൻ്റെ ഒരു പക്ഷേ അവസാനത്തെ ലാപ്പിലാണുള്ളത്. അതിലാരും നേട്ടം കൊയ്യുമെന്നതാണ്. കോൺഗ്രസ് സത്യത്തിൽ വലിയ കെണിയിൽ തന്നെ പെട്ടിരിക്കുകയാണ് ഇപ്പോൾ. ഈ കോൺഗ്രസിന്റെ മറ്റ് നേതാക്കൾ കെ സി വേണുഗോപാൽ അല്ലാതെയുള്ള ദേശീയ തലത്തിലെ ആരെങ്കിലും ഇക്കാര്യങ്ങളിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഒരു വലിയ വിഭാഗം കോൺഗ്രസ് നേതാക്കളും ഈ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന അഭിപ്രായമുള്ളവർ കൂടിയാണല്ലോ. അല്ല, കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ പല നേതാക്കളും രാമക്ഷേത്രം ഇപ്പോൾ ഇങ്ങനെ പണി തീർന്നതിൽ ഞങ്ങൾക്ക് വലിയ പങ്കുണ്ട്, കോൺഗ്രസിന് വലിയ പങ്കുണ്ട് എന്ന് പറഞ്ഞ നേതാക്കളാണ്. കമൽനാഥും ദിഗ്വിജയ് സിംഗ് ഉൾപ്പെടെയുള്ള ആളുകൾ. കമൽനാഥ് രാമക്ഷേത്രത്തിന് വേണ്ടിയുള്ള സംഭാവന നൽകിയിട്ടുണ്ട്, ഇഷ്ടിക നൽകിയിട്ടുണ്ട്, ദിഗ്വിജയ് സിംഗ് നൽകിയിട്ടുണ്ട്. ഇതിനു വേണ്ട, അതായത് രാമക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ട കല്ലുകൾ എടുക്കുന്നതിന് വേണ്ടി രാജസ്ഥാൻ പ്രത്യേകമായ സഹായം ഗെലോട്ട് മത്സരിക്കുന്നതല്ല, ഗെലോട്ട് ഭരിക്കുന്ന സമയത്ത് ചെയ്തു നൽകിയിട്ടുണ്ട്. അതൊക്കെ കോൺഗ്രസ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. മാത്രവുമല്ല, ദിഗ്വിജയ് സിംഗിൻ്റെതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം ഈ വിഷയത്തിൽ രാമക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വന്നത്. അത് വന്നത് സോണിയാഗാന്ധിക്കും മല്ലികാർജുൻ ഖാർഗെക്കും ഒക്കെ ക്ഷണം ലഭിച്ച ദിവസമാണ്. ക്ഷണം ലഭിച്ചു, അത് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുണ്ടോ, പോകുമോ എന്ന ചോദ്യമെല്ലാം ദിഗ്വിജയ് സിംഗിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ദിഗ്വിജയ് സിംഗ് പറഞ്ഞു സോണിയാഗാന്ധിക്കും ഖാർഗെക്കും ക്ഷണം ലഭിച്ചിട്ടുണ്ട്. സോണിയാഗാന്ധി പങ്കെടുക്കുമോ അതല്ല പാർട്ടിയുടെ പ്രതിനിധി സംഘം പങ്കെടുക്കുമോ എന്ന കാര്യം ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുമെന്നതാണ് വന്ന പ്രതികരണം. മറ്റൊരു പ്രധാനപ്പെട്ട നേതാവും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. വളരെ ആലോചിച്ച് ചിന്തിച്ച് മാത്രമേ നേതാക്കൾ ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരണം നടത്തുന്നുള്ളൂ. എന്തായാലും കെണിയിൽ വീഴില്ല എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും വലിയ വെട്ടിലായ അവസ്ഥ തന്നെയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനുമുള്ളത്. തീരുമാനങ്ങൾ വരട്ടെ, എന്താണ് കാത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ശരി, അനുദാസാണ് വിവരങ്ങൾ നൽകിയത്.